മാർച്ച് നടത്തി ജീവനക്കാരെ നേരിട്ടുകൊണ്ട് അവർക്കുള്ള പിന്തുണ കൊടുത്തു. നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ സംഭവം ഇവിടെ ഉണ്ടായപ്പോൾ മുതൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എറയും എം പി ഉൾപ്പെടെ, അതിൻ്റെ അടുത്ത ദിവസം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് MLA, സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉൾപ്പെടെയുള്ളവർ നേരിട്ട് വന്ന് ഇവിടെ ഇവർക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി ഇന്നലെയും മിനിങ്ങാന്നുമെല്ലാം എല്ലാ ദിവസവും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ, നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഇവരോടൊപ്പം ഇവിടെയുണ്ട്. ഇന്നിപ്പോൾ പ്രകടനവും മാർച്ച്, ഇന്നിപ്പോൾ ചർച്ച കൂടി നടക്കുന്ന ദിവസം കൂടിയിട്ടാണ് ഇന്ന്. അതുകൊണ്ട് വലിയൊരു പ്രതിഷേധ റാലിയും പ്രതിഷേധ യോഗവും അതിനുശേഷം ഈ തൊഴിലാളികളെ അവർക്ക് വേണ്ട പിന്തുണ, അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട പിന്തുണയും കൊടുത്തുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ അവരോടൊപ്പം ഇവിടെ നിൽക്കുന്നത്. ഇത് കേരളത്തെ സംബന്ധിച്ച് കോറോ ഹെൽത്ത് മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ച് ഒരു തെറ്റായ കീഴ്വഴക്കത്തിനാണ് ഇന്ന് കോറോ ഹെൽത്ത് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അത് കേരളത്തിനകത്ത് മറ്റൊരു സ്ഥാപനത്തിലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവരുത്. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തിനകത്ത് ഇത്തരത്തിലുള്ള പുതിയ ലേബർ കോഡുകൾ പ്രാബല്യത്തിൽ വന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു തെറ്റായ കീഴ്വഴക്കങ്ങളും ഒരു തൊഴിൽ മേഖലയ്ക്കകത്തും ഉണ്ടാകരുത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തുടർച്ചയായിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഏറ്റെടുക്കുന്നത്, ഇവർക്ക് വേണ്ട പിന്തുണയും കൊടുക്കുന്നത് എന്നതുകൂടി സൂചിപ്പിക്കാം. ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ട്, മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഈ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയാണ്. അത് മന്ത്രിക്ക് തന്നെ അക്കാര്യത്തിൽ ഒരു ഉറപ്പില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഇവരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടിട്ട് സ്റ്റേറ്റിനും അവരുടേതായ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, സംസ്ഥാന സർക്കാരിനും. അത് കൃത്യമായിട്ട് നിർവഹിച്ചു എന്ന് തോന്നലുണ്ടോ? സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 2026 ഏപ്രിൽ മാസം വരെ കേരളത്തിനകത്ത് ഇങ്ങനൊരു സാധ്യത നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയുമായിരുന്നില്ല. ലേബർ കോഡുകൾ പ്രാബല്യത്തിൽ വരുമ്പോഴും കേരളത്തിനകത്ത് അത് നടപ്പിലാക്കാനുള്ള സാഹചര്യം അന്നത്തെ ഗവൺമെൻറ് കൊടുത്തിരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. എന്നാൽ 2026 മെയ് മാസത്തിൽ അധികാരത്തിൽ വന്ന UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിനകത്ത് കേന്ദ്ര സർക്കാർ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി കഴിയും. സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന മുഴുവൻ കാര്യങ്ങളും, കോർപ്പറേറ്റുകൾ മുന്നോട്ട് വെക്കുന്ന മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് ഇതുവരെയുള്ള കുറഞ്ഞ ദിവസങ്ങൾക്കകത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ ഒരു പിന്തുണ ഈ കോറോ ഹെൽത്ത് മാനേജ്മെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിനകത്ത് ഇതുവരെ ഇല്ലാത്ത ഒരു പ്രക്രിയ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ കോറോ ഹെൽത്ത് മാനേജ്മെൻറ്റ് തയ്യാറായിരിക്കുന്നത്. ഇത് മുഴുവൻ കോർപ്പറേറ്റ് മേഖലയ്ക്കകത്തും ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് വരുന്ന ഗവൺമെൻറ് ആദ്യഘട്ടത്തിനകത്ത് സ്വീകരിച്ച നിലപാടുകൾ നമ്മൾ ഉൾപ്പെടെ കണ്ടതാണ്. ഈ തൊഴിലാളികൾക്ക് അനുകൂലമായി ഒന്ന് പ്രസ്താവന ഇറക്കാൻ വേണ്ടി പോലും തൊഴിൽ മന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ തയ്യാറായിരുന്നില്ല എന്ന വസ്തുത കൂടി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പേരിന് മാത്രമായിട്ടുള്ളൊരു ചർച്ചയായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഈ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനോ ഈ തൊഴിലാളികളുടെ നഷ്ടപ്പെടുന്ന തൊഴിലിനോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഈ കുറഞ്ഞ ദിവസത്തെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐ കൂടുതൽ കരുത്തായ സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ളതും. കാരണം ഇവരുടെ കൂടി പിന്തുണ വരുമ്പോൾ വീണ്ടും മറ്റു പല മാനേജ്മെൻറ്റുകളും ഈ മേഖലയ്ക്കകത്തുള്ളതും മറ്റു തൊഴിൽ മേഖലയിലുള്ളതുമായിട്ടുള്ള മാനേജ്മെൻറ്റുകൾ ചെറുപ്പക്കാരുടെ തൊഴിൽ നിഷേധനത്തിനും അതുപോലെ തന്നെ തൊഴിലുള്ളവരുടെ തൊഴിൽ നിന്ന് പറഞ്ഞുവിടുന്നതിനും മിനിമം വേതനം കൊടുക്കുന്നത് ഇല്ലാതാക്കുന്നതിനും കൂടുതൽ സമയം പണിയെടുപ്പിക്കുന്നതിനും വേണ്ടിയിട്ടും തൊഴിൽ രംഗത്ത് സമരങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന അസമത്വങ്ങളെയും ഈ തെറ്റായ പ്രവണതകളെയും ചോദ്യം ചെയ്യുന്നതിനുൾപ്പെടെയുള്ളവ തടയുന്നതിന് വേണ്ടിയിട്ട് ഈ കൂട്ടർ തയ്യാറാകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്.